ഹാവ് യു എവർ തോട്ട്, ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ചില ആൾക്കാർ ഭൂതങ്ങളെ പുറത്താക്കി അനേക കാര്യങ്ങൾ ചെയ്തു, അനേക അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു, ഒത്തിരി കാര്യങ്ങൾ ചെയ്തിട്ട് ദൈവം അവരെ നോക്കിയിട്ട് പറഞ്ഞു, ഞാൻ നിങ്ങളെ അറിയുന്നില്ല. അതെന്തുകൊണ്ടായിരിക്കും? ഒത്തിരി കാര്യങ്ങൾ ദൈവനാമത്തിലല്ല ചെയ്തത്, പക്ഷെ എന്തുകൊണ്ട് ദൈവം അവരെ അറിയുന്നില്ല? അങ്ങനെ ഇരുന്നപ്പോഴാണ് ഫിലിപ്പിയർ 1:15 എൻ്റെ കണ്ണിലിങ്ങനെ പെടാനിടയായി. അതെന്നെ ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തു. സോ ഇന്ന് നമ്മൾ അതിനെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. ഹായ് ഓൾ, വെൽക്കം ടു വേർഡ്സ് ഓഫ് ഇൻസ്പിറേഷൻ. സ്റ്റെഫി ജിലേഷാണ്. സോ ഫിലിപ്പിയർ 1:15 ഇങ്ങനെ പറയുന്നു, ചിലർ ക്രിസ്തുവിനെ അസൂയയും പിണക്കവും നിമിത്തം സഹിക്കുന്നു, ചിലരോ നല്ല മനസ്സോടെ തന്നെ. ശരിക്കും എങ്ങനെയായിരിക്കും നമുക്ക് അസൂയയോ പിണക്കത്തോടോ ക്രിസ്തുവിനെ പ്രസംഗിക്കാൻ പറ്റുന്നത്? അപ്പം 2:3 പ്രത്യേകം എഴുതിയിട്ടുണ്ട്. എന്താണ്? ശാഠ്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യാതെ താഴ്മയോട് ഓരോരുത്തൻ മറ്റുള്ളവനെയും തന്നേക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണിക്കൊള്ളുകയും. നമ്മൾ ശരിക്കും ചെയ്യാറുള്ളത് എന്താ? ഞാൻ ഉൾപ്പെടെ ചെയ്യാറുണ്ട്. ഇന്നൊക്കെ അവിടെ പോയി ഇന്ന കാര്യം ചെയ്യാമെങ്കിൽ എനിക്കും ചെയ്യാം. അവർക്കൊക്കെ സ്റ്റേജിൽ കയറാമെങ്കിൽ എനിക്കും കയറാം. അവർക്കൊക്കെ അത് ചെയ്യാമെങ്കിൽ എനിക്കും ചെയ്യാം. അവർക്ക് ഇത്രയൊക്കെ ചെയ്തിട്ട് അവർക്ക് അങ്ങനെ ചെയ്യാമെങ്കിൽ എനിക്കും ചെയ്യാം. ഞാൻ ഉൾപ്പെടെ പറയാനുള്ള കാര്യമാണ്. പക്ഷെ ബേസിക്കലി എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ മറ്റുള്ളവരെ നോക്കിക്കൊണ്ടാണ് പല കാര്യങ്ങളും ചെയ്യണത്. അതേസമയം ദൈവനാമത്വത്തിനോ മറ്റുള്ളവൻ്റെ ഗുണത്തിനോ ഒത്തുന്ന ഒരു കാര്യവും ആയിരിക്കത്തില്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഉദ്ദേശിക്കുന്നത് ആരാണത് അവതരിപ്പിച്ചത്? സ്റ്റെഫി ജിലേഷ്. ആരാണത് പറഞ്ഞത്? സ്റ്റെഫി ജിലേഷ്. ആരാണ് അങ്ങനെ ചെയ്തത്? സ്റ്റെഫി ജിലേഷ്. എൻ്റെ പേര്, എൻ്റെ തല, എൻ്റെ ഫുൾ ഫിഗർ എന്ന് പറയത്തില്ലേ, അത് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് മിക്കവരും ചെയ്യാറുള്ളത്. അതുകൊണ്ടാണ് ചിലർ ക്രിസ്തുവിനെ അസൂയയും പിണക്കവും നിമിത്തം പ്രസംഗിക്കുന്നത്. സോ ബേസിക്കലി ദൈവം മഹത്വപ്പെടുന്നുണ്ടോ? മറ്റുള്ളവന് ഗുണമാവുന്നുണ്ടോ? മറ്റുള്ളവൻ്റെ ആത്മാവിനെ നേടുന്നുണ്ടോ? മറ്റുള്ളവനെ തീയിൽ നിന്ന് വലിച്ചെടുക്കാൻ പറ്റുന്നത് കാര്യങ്ങളാണോ? അല്ലെങ്കിൽ നമ്മുടെ ആത്മീയ വർധനയ്ക്ക് പറ്റുന്ന കാര്യങ്ങളാണോ എന്ന് ചിന്തിച്ചിട്ട് പല കാര്യങ്ങളും ചെയ്യാൻ ശ്രമിച്ചാൽ കുറച്ചെങ്കിലും നമ്മൾ ദൈവം അറിയും എന്ന് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങാം, അല്ലേ? സോ ഇന്ന് മുതൽ ഞാനും ഇത് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിൽ വന്നു, എൻ്റെ സ്വന്തം ആത്മീയ വർധനവ്, മറ്റുള്ളവൻ്റെ ആത്മീയ വർധനവ്, ദൈവനാമത്വത്തിന്, ഇത് മൂന്നും നടക്കുന്നുണ്ടോ എന്ന് ചിന്തിച്ച് പല കാര്യങ്ങളും ചെയ്യുവാൻ ദൈവം എന്നെ സഹായിക്കട്ടെ എന്ന് ഞാൻ ഇന്ന് മുതൽ പ്രാർത്ഥിക്കും. നിങ്ങളും അങ്ങനെ പ്രാർത്ഥിക്കാൻ നിങ്ങളെ ദൈവം സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഗോഡ് ബ്ലെസ് യു ഓൾ. നല്ല ദാസനെ നല്ല ദാസി എന്നുള്ള വിളി കേൾക്കാൻ ഇടയാവട്ടെ. ആമീൻ. ബൈ.